ഹലോ everyone. അപ്പോൾ എല്ലാവർക്കും ദ എഞ്ചിനീയർ ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് +1 ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു വളരെ സിമ്പിളായിട്ടും എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നു ഇത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയാൽ പ്രൂവ് ദാറ്റ് sin 5x plus sin 3x ഡിവൈഡഡ് ബൈ cos 5x plus cos 3x is equal to tan 4x ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ മതി. എടാ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതായത് സംഭവം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചെങ്കിൽ ഇത് നോക്കിയേ, സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ്, അതായത് സൈനുകളുടെ രണ്ട് സംഭവം. ഞാനിത് ഇവിടെ ഇങ്ങനെ 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 ഒന്ന് എഴുതി കാണിച്ചു തരാം. നോക്കിക്കോണേ, നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറയുന്ന ടേമിലല്ലേ ഇവിടെ സൈൻ എക്സിന്റെ സ്ഥാനത്ത് 5x വൈയുടെ സ്ഥാനത്ത് 3x ആണെന്നേ ഉള്ളൂ. അപ്പൊ നോക്കിയാൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്നുള്ള രീതിയിലല്ലേ തന്നേക്കുന്നത്. വി നോ ദാറ്റ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ മറക്കരുത്, എന്താണ് ഫോർമുല? 2 sin x plus y by 2 2 sin x plus y by 2 into cos x minus y by 2 cos x minus y by 2. ഇതാണ് ഈ ഫോർമുല. ഇതാണ് ഫോർമുല. സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു, എടാ ഇത് കണ്ടോ, സൈന് പ്ലസ് സൈന് എസ് പ്ലസ് എസ് എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. ഓക്കെ, എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ 2SC എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. സൈൻ എസ് പ്ലസ് എസ് ഈക്വൽ ടു 2SC. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. എസ് പ്ലസ് എസ് ഈസ് ഈക്വൽ ടു 2SC. എസ് പ്ലസ് എസ് ഈസ് ഈക്വൽ ടു 2SC. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കുറേ ഫോർമുലകൾ നമ്മൾ പഠിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫോർമുല മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. ഇവിടെ വേറൊരു കാര്യമുണ്ട്. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഫോർമുലയാ. അത് ഈ ക്വസ്റ്റ്യൻ സൈൻ എക്സ് പ്ലസ് വൈ പോലെയല്ല. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്നുള്ള രീതിയിലാണ്. ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്, മനസ്സിലായോ? ഇത് രണ്ടും സെയിം അല്ല, രണ്ടും ഡിഫറൻ്റ് ആണ്. ഒന്നാമത്തെ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, രണ്ടാമത്തെ എന്താ? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. അപ്പൊ ഈ കാര്യം നിങ്ങൾ ഓർത്തു വെക്കണേടാ, ഇത് മറന്നു പോകില്ലടാ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലേ? അതും എല്ലാം കൂടെ കേട്ടിട്ട് കുറേ ഫോർമുലകളുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, ആ ഫോർമുല നമുക്ക് ന്യൂമറേറ്ററിൽ അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ നോക്കിയാടാ, കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്നുള്ള ഫോർമുലയല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ 3-4 ഫോർമുലകളുണ്ട്, നിങ്ങൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ തന്നെ പോയിട്ട് നോക്കണം. ഈ പ്രോബ്ലം കണ്ടു കഴിഞ്ഞിട്ട് കുറേ ഫോർമുല വരും. നമുക്കിവിടെ ഇപ്പൊ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്നല്ല, ചിലപ്പോൾ മൈനസ് വരാം. അപ്പൊ അതിനുള്ള ഫോർമുലകളൊക്കെ ഉണ്ട്, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ നേരെ പോയി റെഫർ ചെയ്യണം. ഫോർമുലകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ട്രിഗണോമെട്രിയിലെ ഫോർമുലകളൊക്കെ കേട്ടോ. 2 cos x plus y by 2 into cos x minus y by 2 cos x minus y divided by 2. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ c plus c is equal to 2cc എന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾ c plus p c is equal to 2cc. s plus s എന്ന് പറഞ്ഞാൽ 2sc, c plus c എന്ന് പറഞ്ഞാൽ 2cc എന്ന് ഓർത്താൽ മതി. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്താലോടാ. നമ്മുടെ ന്യൂമറേറ്റർ എങ്ങനെ വരും? 2 into സൈൻ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണടാ? എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന 5x, വൈയുടെ സ്ഥാനത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന 3x. ഡിനോമിനേറ്ററിലും അത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല. ചില ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്ററിൽ എക്സിന്റെ സ്ഥാനത്ത് വേറെ ആയിരിക്കും, വൈയുടെ സ്ഥാനത്ത് വേറെ ആയിരിക്കും. അത് നിങ്ങൾ നോക്കണം കേട്ടോ. സോ എക്സിന്റെ സ്ഥാനത്ത് yx, ഇതിന്റെ സ്ഥാനത്ത്. സോ 2 into സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5x plus 3x divided by 2 into cos x minus y, x എന്ന് പറഞ്ഞാൽ 5x minus 3x divided by 2 the whole divided by, ഇതെന്തൊരു ഹോൾ ഡിവൈഡഡ് ബൈ ആയിപ്പോയി, സാധാരണത്തിൽ ചെയ്യാം. the whole divided by, ഇനി ഡിനോമിനേറ്ററിനെ നോക്കിക്കോടാ. 2 cos x plus y by 2 5x plus 3x divided by 2 into cos 5x minus 3x divided by 2 എന്ന് കിട്ടിയല്ലോ. കിട്ടി. ഇവിടെ നോക്കിയാടാ,
കോസ് 5x-3x/2 കോസ് 5x-3x/2. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലത്തെ ആൾ വന്നു. അയാളെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ ടൂവും കളയാം. പിന്നെ ബാക്കി എന്തുണ്ടാ? സൈൻ 5x + 3x 8x/2 4x സൈൻ 4x ഡിവൈഡഡ് ബൈ കോസ് 5x + 3x 8x/2 4x. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? tan 4x sin x by cos x എന്ന് പറഞ്ഞാൽ tan x ആണെങ്കിൽ sin 4x by cos 4x എന്ന് പറഞ്ഞാൽ tan 4x അല്ലേടാ? അതെ, പ്രൂവ് ചെയ്തു, ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേടാ? സിമ്പിളാണ്.